നമസ്കാരം. വിദേശ പണ വിനിയോഗത്തിന്റെ മറവിൽ ഇന്ത്യയുടെ സാമ്പത്തിക ഭദ്രതയെയും സുരക്ഷയും തകർക്കാൻ ലക്ഷ്യമിട്ട് പ്രവർത്തിച്ച അമേരിക്കൻ ക്രിസ്ത്യൻ മിഷണറി സംഘടനയ്ക്കും 6 ജീവനക്കാർക്കുമെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി കടുത്ത UAPA കേസെടുത്തു. US ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ദി തിമോത്തി ഇനീഷ്യേറ്റീവ് എന്ന സംഘടനയ്ക്കെതിരെയും അതിന്റെ പ്രധാനികളായ 6 പേർക്കുമെതിരെയാണ് ബംഗളൂരു കൊത്തന്നൂർ പോലീസ് കേസെടുത്തിരിക്കുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അതീവ രഹസ്യമായ അന്വേഷണത്തിനും പരാതിക്കും പിന്നാലെയാണ് കളി മാറിയത്. ജോനാഥൻ S. രാജൻ, മൈക്ക് മാർക്ക്, അജിത് വർഗീസ് മത്തായി, വർഗീസ് ചാക്കോ, ബബ്ലു കുർമി, സുപ്രീം ജോയ് എന്നിവരാണ് ഇഡിയുടെ കുടുക്കിലായിരിക്കുന്ന ആ വമ്പന്മാർ. കഴിഞ്ഞ ഏപ്രിൽ 18 ബംഗളൂരു കൊമ്പഗൌഡ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വെച്ച് പ്രതികളിൽ ഒരാളായ മൈക്ക മാർക്കിനെ കസ്റ്റംസും ഇഡിയും ചേർന്ന് പൊക്കുന്നതോടെയാണ് തട്ടിപ്പിന്റെ ചുരുളഴിയുന്നത്. ഇയാളുടെ പക്കൽ നിന്നും കണ്ടെടുത്തത് ഒരൊറ്റ ബാങ്കിൻ്റേതല്ല, 24 വിദേശ ഡെബിറ്റ് കാർഡുകളാണ്. ഇയാളെ ചോദ്യം ചെയ്തപ്പോഴാണ് ഇന്ത്യയിലുടനീളം 1000-ലധികം വിദേശ ഡെബിറ്റ് കാർഡുകൾ ഇവർ വിതരണം ചെയ്തിട്ടുണ്ടെന്ന ഞെട്ടിക്കുന്ന വിവരം പുറത്തു വന്നത്. അമേരിക്കയിലെ വിവിധ ബാങ്കുകളുടെ പേരിലുള്ള ഈ ഡെബിറ്റ് കാർഡുകൾ ഉപയോഗിച്ച് RBI ചട്ടങ്ങളെല്ലാം കാറ്റിൽ പറത്തിയാണ് ഈ 6 അംഗ സംഘം ഇന്ത്യയിലെ ATMകളിൽ നിന്നും കോടികൾ വാരിക്കൂട്ടിയത്. വെറും 6 മാസത്തിനുള്ളിൽ, അതായത് 2025 നവംബർ മുതൽ 2026 ഏപ്രിൽ വരെ ഈ കാർഡുകൾ വഴി മാത്രം ഇവർ പിൻവലിച്ചത് 92.55 കോടി രൂപയാണ്. 2024 ജനുവരി മുതൽ 2026 മാർച്ച് വരെയുള്ള കാലയളവിൽ കർണാടക, ഛത്തീസ്ഗഡ്, അസം തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ ATMകളിൽ നിന്ന് മാത്രം 44 കോടി രൂപ പിൻവലിച്ചതായും ഇഡി കണ്ടെത്തി. വ്യാജ ഐഡന്റിറ്റികൾ ഉപയോഗിച്ച് സംഘടിപ്പിച്ച വിദേശ ഡെബിറ്റ് കാർഡുകൾ വഴിയാണ് ഫണ്ട് വിതരണം നടന്നിരിക്കുന്നത്. TTI എന്ന സംഘടനയ്ക്ക് വേണ്ടി ഇന്ത്യയിൽ പണമെത്തിക്കാനും പിൻവലിക്കാനുമായി ഒരു അന്താരാഷ്ട്ര ശൃംഖല തന്നെ പ്രവർത്തിച്ചിരുന്നതായി അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിരുന്നു. ബാങ്കിംഗ് നിയന്ത്രണ സംവിധാനങ്ങളെ മുഴുവൻ വെട്ടിച്ച് US-ലെ വിവിധ ബാങ്കുകൾ നൽകിയ വിദേശ ഡെബിറ്റ് കാർഡുകൾ ഉപയോഗിച്ചായിരുന്നു തട്ടിപ്പ്. ഈ കാർഡുകൾ ഇന്ത്യയിലുടനീളം വിതരണം ചെയ്യുകയും ATMകൾ വഴി കോടിക്കണക്കിന് രൂപ പിൻവലിക്കുകയും ചെയ്തതായിട്ടാണ് ഇഡി വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഛത്തീസ്ഗഡിലെ ബസ്തർ മേഖലയും ദംതരി ജില്ലയും ഉൾപ്പെടെയുള്ള ഇടത് തീവ്രവാദ ബാധിത പ്രദേശങ്ങളിൽ ഈ കാർഡുകൾ ഉപയോഗിച്ച് 6.5 കോടി രൂപയോളം പിൻവലിച്ചതായും ഏജൻസി കണ്ടെത്തിയിരുന്നു. ഇത്രയും കോടികൾ ATMകൾ വഴി പിൻവലിച്ചവർ എന്ത് ചെയ്തു എന്ന ഇഡിയുടെ അന്വേഷണം ചെന്നെത്തിയത് മാവോയിസ്റ്റ് മേഖലയിലേക്കാണ്. കർണാടക, ഛത്തീസ്ഗഡ്, അസം എന്നീ സംസ്ഥാനങ്ങളിലെ കടുത്ത മാവോവാദി ബാധിത മേഖലകളിലേക്കാണ് ഈ പണം മുഴുവൻ ഒഴുകിയത്. ക്രിസ്ത്യൻ മിഷണറി പ്രവർത്തനത്തിന്റെ ലേബലിൽ വന്ന് രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷയും സാമ്പത്തിക ഭദ്രതയും തകർക്കുന്ന പ്രവർത്തനങ്ങൾക്കാണ് ഈ 92 കോടിയും വിനിയോഗിച്ചതെന്ന് ഇഡി കണ്ടെത്തി കഴിഞ്ഞു. ഇതോടെയാണ് പ്രതികൾക്കെതിരെ ഭീകരവിരുദ്ധ നിയമമായ UAPA ചുമത്താൻ ഇഡി പോലീസിന് കർശന നിർദ്ദേശം നൽകിയത്. ഇന്ത്യയിൽ കേന്ദ്ര ഏജൻസികൾ അന്വേഷണം കടുപ്പിച്ചുവെന്ന് മനസ്സിലാക്കിയതോടെ അമേരിക്കയിലിരിക്കുന്ന ഈ സംഘടനയുടെ IT വിങ്ങും കളം മാറ്റി ചവിട്ടി. ഇന്ത്യയിലെ ATM ഇടപാടുകളുടെ വിവരങ്ങൾ പുറത്തു വരാതിരിക്കാൻ അമേരിക്കയിലെ വിവിധ ബാങ്ക് സെർവറുകളിൽ നിന്നും ഈ അക്കൗണ്ടുകൾ മുഴുവൻ ഇവർ അടിയന്തരമായി ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഡിജിറ്റൽ തെളിവുകൾ അപ്പാടെ നശിപ്പിക്കാൻ വിദേശത്തിരുന്ന് വലിയ നീക്കങ്ങൾ തന്നെയാണ് നടത്തിയത്. നിലവിൽ ക്രിമിനൽ ഗൂഢാലോചന, വഞ്ചന, വ്യാജരേഖ ചമയ്ക്കൽ, ഇലക്ട്രോണിക് രേഖകളുടെ ദുരുപയോഗം, നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് നൽകൽ, ഭീകരവാദത്തിനായി ഗൂഢാലോചന നടത്തൽ തുടങ്ങിയ വമ്പൻ വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. കേസ് രജിസ്റ്റർ ചെയ്തതോടെ പ്രതികൾ രാജ്യം വിടാതിരിക്കാൻ വിമാനത്താവളങ്ങളിൽ ഉൾപ്പെടെ ലുക്കൌട്ട് നോട്ടീസ് ഇറക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പോലീസ്.